അനീഷ് പുറത്ത് നിന്ന് ഇങ്ങനെ അവിടെ ഇരുന്നൊരു ചെടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പം ശൈത്യ വന്ന് എന്താ ചേട്ടാ നോക്കുന്നതെന്ന് ചോദിച്ചു. അത് ദേ ശൈത്യ, ഈ ചെടിയില്ലേ ഞാൻ വന്ന സമയത്ത് ഇതാകെ കരിഞ്ഞ് ഒരുമാതിരി മുരടിച്ച് നിൽക്കുകയായിരുന്നു. ഇത്രയും വലുതും അല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ ഡെയിലി പരിചരിച്ച് വെള്ളമൊഴിച്ചും ഒക്കെ പരിചരിച്ച് ഇത് ദേ നല്ല പച്ചിലയൊക്കെ വന്ന് അത് കിളിർത്തത് ഇത്രയായി, ഇതിൻ്റെ ചെറുതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതേ ചേട്ടാ ഇതിൻ്റെ ചെവിട്ടിലൊരു ഇഞ്ചി കിളിച്ച് നിൽക്കുന്നു. പറഞ്ഞു, ആ അത് ഞാനിട്ടതാ. ഇവിടെ കിച്ചണിൽ നിന്നും ഒരു കുഞ്ഞ് കിളിച്ച ഇഞ്ചി കിട്ടി, ഞാൻ അതുകൊണ്ട് ഇവിടെ നട്ടപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് കിളിച്ച് കണ്ടിട്ട് പോകാൻ പറ്റണേന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണ് ഞാനിതുകൊണ്ട് നട്ടത്. അപ്പോഴത്തേക്കും കുറച്ച് ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഇത് കിളിച്ച് വരുന്ന ഞാൻ കണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതും ഇഷ്ടമല്ല. പിന്നെ എന്തായാലും ഞാൻ നട്ട ഇഞ്ചിയെങ്കിലും കിളിച്ചല്ലോ, ഇവിടെ ഈ ഹൗസിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് സ്വയം സന്തോഷിക്കുന്നെങ്കിലും അനീഷിന് ഇവിടെ നിന്ന് പോകാനേ താല്പര്യമില്ല. കാരണം ഒരു ശോകമായ ജീവിതത്തിൽ നിന്നും ഇത്രയും ആൾക്കാരുമായിട്ട് പലതരം രീതിയിൽ വഴക്കുകളും ബഹളങ്ങളിലും എല്ലാം കടന്നു വന്ന് അനീഷിൻ്റെ സ്വഭാവമേ മാറ്റിമറിച്ച ഒരു ഹൗസല്ലേ, ജീവിത രീതിയെ മാറ്റിമറിച്ച ഹൗസായതുകൊണ്ട് അനീഷിന് ഇവിടെ നിന്ന് പോകാനേ താല്പര്യമില്ല. ബാക്കി അപ്ഡേറ്റ്